ഓക്കെ. ഈ കോളിപ്പോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോള് തുടങ്ങാം. ഞാനൊരു ചെറിയൊരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ സ്ക്രീന് കാണാമോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? കാണാം. ഓക്കെ. അപ്പോൾ അപ്പോൾ ഈ ആദ്യം തന്നെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഒരു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഈ നോർക്ക എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് അഫയേഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് സ്ഥാപിതമായത് ഡിസംബർ 1996 അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ സമയത്തെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു 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 എക്കണോമി മൂവ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമായ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ്, കേരളത്തിൻ്റെ പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തിരുന്ന ആൾക്കാരും കേരള സർക്കാരുമായി ഒരു ഒരു നല്ല ബന്ധം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ സ്ഥാപിതമായ ലക്ഷ്യം. അപ്പോൾ തുടക്കത്തിൽ അത് കൂടുതലും വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നീട് അത് കേരളത്തിന് പുറത്ത് പക്ഷേ ഇന്ത്യയിലുള്ള മലയാളികൾക്കും കൂടി വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി അത് മാറുകയാണ് ഉണ്ടായത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോർക്ക റൂട്ട്സ് എന്ന് പറഞ്ഞ, അതായത് നോർക്ക എന്ന് പറയുന്ന ഒരു ബോർഡ് അത് കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ നോർക്കയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ വിദേശങ്ങളിലും അതിൻ്റെ നോഡൽ ഓഫീസുകൾ ഉണ്ടാക്കിയത്. അതായത് വേരുകൾ എന്ന് പറയുന്നത്, നോർക്ക റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേര് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മരത്തിൻ്റെ വേര് പല സ്ഥലത്തും വ്യാപിച്ച് കിടക്കുന്ന പോലെ. അപ്പോൾ ഈ നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഓഫീസ് നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ഇവിടെ കേരള ഹൗസിലുള്ള വാശിയിലുള്ള കേരള ഹൗസിലെ ഓഫീസാണ് ഇവിടുത്തെ നോർക്ക റൂട്ട്സിൻ്റെ ഓഫീസ്. അപ്പോൾ അതിനാണ് ഫീൽഡ് ഓഫീസസ് ആണ് ഈ നോർക്ക റൂട്ട്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ നോർക്ക ID കാർഡ്, അതായത് നമ്മുടെ അന്യ സംസ്ഥാന മലയാളികൾക്ക്, അതായത് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കകത്തുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ID കാർഡ് തുടങ്ങിയത് ജൂൺ 2012ഓടെയാണ്. അപ്പോൾ അതായിരുന്നു ചെറിയൊരു ചരിത്രം ഈ കാർഡിൻ്റെ, അല്ല നോർക്കയുടെ. പിന്നെ നോർക്ക പൊതുവേ കൊടുത്തു വരുന്ന ചില സേവനങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ബാധകമാവുന്നതല്ല എങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇവിടെ അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കുകയാണ്. അതായത് പ്രവാസി ID കാർഡും പ്രവാസി രക്ഷാ ഇൻഷുറൻസും ഇത് നമ്മുടെ ID കാർഡ് പോലെ തന്നെയാണ്. കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് ഇതിലുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അവരടക്കുന്ന ആ ഒരു മാസ അതിൻ്റെ അടവും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് ഭൂരിഭാഗവും ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട സേവനം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനാണ്. അതായത് വിദേശത്ത് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കായി പോകുമ്പോൾ പലർക്കും ചിലപ്പോൾ എമിഗ്രേഷൻ ചെക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനും, അതുപോലെ ജോലിക്ക് പോകുമ്പം ഈ അറ്റസ്റ്റ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് അറ്റസ്റ്റേഷൻ ഉണ്ട്. അതായത് ഇന്ത്യയിലെ സർക്കാരിൻ്റെ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതും, അതുപോലെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അതായത് ഗൾഫിലുള്ള രാജ്യങ്ങളുടെ അറ്റസ്റ്റേഷനും വേണം. അപ്പോൾ അത് രണ്ടും കൊടുക്കാൻ ഓതറൈസ് ആയ ഒരു ഇതാണ് ഒരു ഓർഗനൈസേഷനാണ് ഈ നോർക്ക എന്ന് പറയുന്നത്. നോർക്കയ്ക്ക് ഇത് അറ്റസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതും അവർ ചെയ്യുന്ന ഒരു സേവനങ്ങളിലൊന്നാണ്. പക്ഷെ അത് രണ്ടും ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ്. പക്ഷേ ഈ സ്കിൽ ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ്, അതായത് ഇവിടെയുള്ള ഇത് ഭൂരിഭാഗം ഇപ്പം നടക്കുന്നത് നഴ്സുമാർക്ക് വേണ്ടിയിട്ടാണ്. നഴ്സുമാർക്ക് ഇവിടുന്ന് ട്രെയിനിങ് കൊടുത്ത് വിദേശങ്ങളിലേക്ക് അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ പെർമിഷൻ ലഭിച്ച അത് കേന്ദ്ര സർക്കാരിൻ്റെ പെർമിഷൻ ലഭിച്ച സംസ്ഥാന സർക്കാർ ഏജൻസി ഈ നോർക്ക മാത്രമാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്കും ഈ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് ഇല്ല. നോർക്ക മാത്രമാണ്. അതൊരു ഗവൺമെൻറ് ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ നോർക്ക മാത്രമാണ് അത് ചെയ്തു വരുന്നത്.
അതുപോലെ തന്നെ നോർക്ക ID കാർഡ് വിത്തിൻ ഇന്ത്യ. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ബെനിഫിറ്റ്സും എന്താണെന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടക്കും. അതിനു മുന്നേ ഇതൊക്കെയാണ് നോർക്ക ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട ചില സേവനങ്ങൾ. ഇനി നോർക്കയുടെ കീഴിൽ നമ്മൾ ഈ കാർഡ് നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന എന്തൊക്കെ സ്കീംസ് ആണ് നോർക്കയുടെ കീഴിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ സ്കീംസിന്റെ പേരുകൾ ഒന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചു പോവാം. എന്നിട്ട് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ സ്വാന്തനം, അതുപോലെ കാരുണ്യം, പിന്നെ NDPREM, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സ്കീംസ് ആണ് നോർക്കയ്ക്കുള്ളത്. ഇതിനൊന്നും വേറെ അഡീഷണൽ ചാർജസ് ഒന്നുമില്ല. നമ്മൾ ഈ നോർക്ക കാർഡ് എടുക്കുന്നതോടുകൂടി നമുക്ക് ഇതിലൊക്കെ നമ്മൾ എലിജിബിൾ ആയി മാറുകയാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സ്വാന്തനം എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ സ്കീമുകളൊക്കെ തന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഈ കാർഡിന്റെ പ്രീമിയം അടക്കുന്നതല്ലാതെ നമ്മൾ അതായത് കാർഡ് 372 രൂപ കൊടുത്ത് എടുക്കുന്നതല്ലാതെ നമ്മൾ ഇതിന് വേറെ ചാർജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സേവനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ മരണം നടന്നു കഴിഞ്ഞാൽ 1,00,000 രൂപ വരെ ഇത് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഈ സ്കീമുകൾ നമ്മൾ കാണുമ്പം ഇത് നോക്കി കാണേണ്ടത്, ഒന്ന്, നമ്മൾ ഇതൊരു പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സേവനമല്ല, സർക്കാരിൻ്റെതായ അവരുടെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ സർക്കാർ ജനങ്ങളോട് ചെയ്യുന്ന ഒരു സേവനമാണ്. രണ്ടാമത്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദേശ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഭൂരിഭാഗം സ്കീമുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന എല്ലാവരും ഒരു 372 രൂപ ചെലവാക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 1,00,000 രൂപ, അതുപോലെ ക്രിട്ടിക്കൽ ഇൽനെസ്, മാരകമായ അസുഖം ബാധിച്ച് കിടപ്പിലായി കഴിഞ്ഞാൽ 50,000 രൂപ, അതുപോലെ മറ്റുള്ള അസുഖങ്ങൾക്ക് 20,000 രൂപ, പിന്നെ കല്യാണം, മക്കളുടെ കല്യാണം നടത്താൻ 15,000 രൂപയുടെ സഹായം, അത് 2 പ്രാവശ്യം ലഭിക്കും. 2 പെൺമക്കളുടെ കല്യാണം നടത്താനാണ് അത് പറ്റുക. അതുപോലെ അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീൽ ചെയർ, അതുപോലുള്ള വികലാംഗർക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ ഒരു കൃത്രിമ കാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു 10,000 രൂപയുടെ സഹായം ഈ സ്വാന്തനം പദ്ധതിയിലൂടെ നമുക്ക് കിട്ടും. പക്ഷേ ഇത് തന്നെ, ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫാമിലി ഇൻകം 1.5 ലക്ഷത്തിൽ കുറവായിരിക്കണം. അതെന്തായാലും വിദേശ മലയാളി ആയിരിക്കുമ്പോൾ നമുക്കത് സാധിക്കൂല. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് ഉള്ള അവസ്ഥയിലാണ് ഇത് ഭൂരിഭാഗവും ഈ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് എലിജിബിൾ ആവണമെങ്കിൽ മിനിമം 2 ഇയേഴ്സ് എങ്കിലും നമ്മൾ ഒരു പ്രവാസിയായി ജീവിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിനുള്ള തെളിവും വേണം. അപ്പോൾ ഈ നോർക്ക കാർഡ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഡിക്ലറേഷൻ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അതായത് 2 വർഷം നമ്മൾ പ്രവാസിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നോർക്ക കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനു വേണ്ടി വേറെ ഒരു പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ ഒരു സ്കീമിൽ നമുക്ക് 10 വർഷം വരെയാണ്, മാക്സിമം 10 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. അതുപോലെ അല്ലെങ്കിൽ പ്രവാസിയായി നമ്മൾ എത്ര വർഷം ജീവിച്ചിരുന്നോ എന്നുള്ളത്. അതായത് പ്രവാസിയായി നമ്മൾ 20 വർഷം ജീവിച്ചിരുന്നെങ്കിലും 10 വർഷത്തേക്കാണ് ഇതിൻ്റെ കവറേജ്. അതുപോലെ പ്രവാസിയായി 6 വർഷം മാത്രമേ ജീവിച്ചിരുന്നെങ്കിൽ 6 വർഷം മാത്രം നമുക്ക് ഇതിൻ്റെ കവറേജ് കിട്ടുക. ഓക്കെ, അതാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇനി കാരുണ്യം എന്ന് പറഞ്ഞ സ്കീമിൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തികമായി യാതൊരു ഇതും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബത്തിൽ ഈ കാർഡ് എടുത്ത ആള് മരിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് നാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാനായിട്ട് 15,000 രൂപയുടെ സഹായം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വളരെ ഇത് പറയുന്നത്, ഫൈനാൻഷ്യലി ബാക്ക്വേർഡായ ക്ലാസ് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സേവനം കൊടുക്കുന്നുള്ളൂ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീം. അതായത് നോർക്ക അംഗത്വം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് NDPREM. അതായത് ഇതിന്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ്. അതായത് നമ്മൾ നാട്ടിൽ പോയി എന്തെങ്കിലും ചെറിയ ബിസിനസ്സോ എന്തെങ്കിലും ഇത് വ്യാപാരം, എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളോ തുടങ്ങണം, സ്വയം തൊഴിലോ മറ്റോ തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത്. അപ്പോൾ ഈ സ്കീം പ്രകാരം നമുക്ക് 15% സബ്സിഡി, മാക്സിമം 3 ലക്ഷം വരെ നമുക്ക് ഈ സ്കീമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോർക്കയായിട്ട് ടൈപ്പ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ ബാങ്കുകളുണ്ട്. അതിൽ സ്റ്റേറ്റ് ബാങ്കും അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും ആ ലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമുക്ക് നോർക്കയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ആ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് വ്യവസായം എന്തെങ്കിലും തുടങ്ങാൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ 15% സബ്സിഡി ഇവർ കിട്ടും. ഈ നോർക്ക മുഖാന്തരം നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മൾ റെഗുലർ ആയിട്ട് ഇൻട്രസ്റ്റ് EMI അടക്കുന്ന ആളാണെങ്കിൽ ആ ഇൻട്രസ്റ്റിലും 3% ഡിസ്കൗണ്ട് നമുക്ക് ഇത് മുഖാന്തരം ലഭിക്കും. ഇതിനും ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നെ 2 വർഷമെങ്കിലും മിനിമം പ്രവാസിയായി ജീവിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കാർഡ് ഉണ്ടായാൽ മതി. കാരണം നമ്മൾ നോർക്ക കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ആ ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നോർക്ക ID കാർഡിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും എങ്ങനെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞൊക്കെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്, അതായത് ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേടാം എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അതായത് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഉണ്ട് ഈ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതായത് നമുക്ക് എവിടെയെങ്കിലും അപകടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മറ്റോ അപകടം സംഭവിച്ച് നമുക്ക് മരണമോ അല്ലെങ്കിൽ നമുക്ക് അംഗവൈകല്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ വരെയും, അതുപോലെ അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെയും ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ്. ശരിക്കും നമ്മൾ ഈ കൊടുക്കുന്ന 378 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ പ്രീമിയാണ്. ഈ ഒരു 4 ലക്ഷം 2 ലക്ഷം ഇൻഷുറൻസിൻ്റെ പ്രീമിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ 372 രൂപയിലൂടെ കൊടുക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി 18 മുതൽ 70 വയസ്സ് വരെ ആയിരിക്കണം. അതുപോലെ 2 വർഷം എങ്കിലും നമ്മളൊരു പ്രവാസിയായി ജീവിച്ചിരിക്കണം. അപ്പോൾ ഇപ്പം നോർക്ക കാർഡ് എടുക്കാൻ അത് എളുപ്പമാണ്. അങ്ങനെ ഒരു പ്രൂഫും കാര്യങ്ങളും ചോദിക്കുന്നില്ല. നമ്മളൊരു ഡിക്ലറേഷനേ പറയുന്നുള്ളൂ. നമ്മൾ ഏത് വർഷം മുതലാണ് പിന്നെ ഇപ്പം ബദ്ലാപൂറിലാണെങ്കിൽ ബദ്ലാപൂറിൽ ഏത് വർഷം മുതൽ താമസിക്കാൻ തുടങ്ങി, അപ്പോൾ അത് 2 വർഷം മുന്നേ ഉള്ള ഡേറ്റ് ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാർഡ് കിട്ടുന്നുണ്ട്. കാർഡ് ഇല്ലാതെ നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടിക്ക് വേറെയും ഡോക്യുമെന്റ്സ്, അതായത് അവിടുത്തെ തഹസിൽദാർ, വില്ലേജ് ഓഫീസറുടെയോ MLA യുടെ MP യുടെയോ ഒക്കെ ഇത് ഡിക്ലറേഷൻ വാങ്ങി നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പലരും ഇതിന് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഒരു ID പ്രൂഫ്, പിന്നെ അഡ്രസ് പ്രൂഫും. അപ്പോൾ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡ് മാത്രം മതി. കാരണം ആധാർ കാർഡിലെ അഡ്രസ്സിലാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്നതെങ്കിൽ ആ ആധാർ കാർഡ് തന്നെ അഡ്രസ് പ്രൂഫും ID പ്രൂഫും ആയിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ അത് തന്നെ മതി. ഇനി ആധാർ കാർഡിൽ അഡ്രസ്സ് വേറെ ആണെങ്കിൽ അവർക്ക് ഇവിടുത്തെ അഡ്രസ്സിൽ എന്താണ് റെന്റ് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ പിന്നെ അവരുടെ വീട് വാങ്ങിയതിൻ്റെ എഗ്രിമെൻറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കൊടുത്താലും മതിയാവും. പിന്നെ ഇതിൻ്റെ ചാർജസ് വരുന്നത് നമ്മളിപ്പം പറഞ്ഞ പോലെ 372 രൂപയാണ് ഇതിൻ്റെ ചാർജസ് വരുന്നത്. അത് 3 വർഷത്തേക്കാണ് ഈ 372 രൂപ. പിന്നെ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് പുതുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രവാസി ക്ഷേമനിധിയാണ്. പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് പലരും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ പ്രവാസി ക്ഷേമനിധി എടുക്കണമെങ്കിൽ ഈ നോർക്ക കാർഡ് ഉള്ളത് വലിയൊരു സഹായമായിരിക്കും. നോർക്ക കാർഡ് നിർബന്ധം എന്നല്ല പറയുന്നത്, പക്ഷേ നോർക്ക കാർഡ് ഉണ്ടെങ്കിൽ, കാരണം പ്രവാസി ക്ഷേമനിധിക്കും ഈ 2 വർഷം പ്രവാസിയായി ജീവിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് വേണം. അപ്പോൾ ആ തെളിവിന് ഫോം 2A എന്ന് പറയുന്ന ഫോം 2A ഫില്ല് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ നോർക്ക കാർഡ് ഉള്ളവർക്ക് ആ ഫോം 2A സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രവാസി ക്ഷേമനിധി എടുക്കാൻ ഈ നോർക്ക കാർഡ് ഉണ്ടായിരിക്കുന്നത് വലിയൊരു സഹായമാണ്. പ്രവാസി ക്ഷേമനിധി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വേറെ തന്നെ ഒരു ചർച്ച സംഘടിപ്പിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു വെബിനാർ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രവാസി ക്ഷേമനിധി. അപ്പോൾ അതിലേക്കുള്ള ഒരു കാൽവയ്പ് എന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ ഈ നോർക്ക തിരിച്ചറിയൽ കാർഡും, തിരിച്ചറിയൽ കം ഇൻഷുറൻസ് കാർഡാണ് എടുത്തിരിക്കണം എന്നുള്ളതൊരു മസ്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രസൻറ്റേഷനിൽ ഞാൻ സൂചിപ്പിച്ച് വെച്ചിരുന്നത്. പിന്നെ നമ്മുടെ സാറ് വന്നിട്ടുണ്ടോ ഇല്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊന്ന് അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ.
ആർക്കെന്തെങ്കിലും സംശയങ്ങളോ കൊണ്ട് ചോദിക്കാം. ഹലോ, കാർഡിനെ കുറിച്ച് സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷമീം സാർ ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് ശരിക്കും ഒരു ഫിസിക്കൽ ക്യാമ്പയിൻ തന്നെ നടത്തിക്കൂടെ എന്നുള്ള കാര്യം അദ്ദേഹം അന്വേഷിച്ചു. അതും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ ആദ്യം ഒരു ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാലേ ആൾക്കാർ ഇതിനകത്തേക്ക് വരുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിതൊരു ഇത് നടത്താൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇനി ചോദിക്കാൻ? ഇല്ല, എന്നാ നമുക്ക് കോള് ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കുടുംബസംഘവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ കുടുംബസംഗമത്തിൽ വെച്ച് നമ്മൾ ഈ ഫോം സ്വീകരിക്കും. അല്ലെങ്കിൽ നമുക്കതിന് ഒരു ഒരു കേന്ദ്രീയ സ്ഥലത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നോർക്ക കാർഡിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഒരു ക്യാമ്പയിൻ വേണമെങ്കിൽ നടത്താം. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഈ മീറ്റിങ്ങിൽ വന്നതിനും പങ്കെടുത്തതിനും നന്ദി. പാർട്ടിസിപ്പേഷൻ പൊതുവെ കുറവാണ്, കുഴപ്പമില്ല. ഈ റെക്കോർഡിങ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാം. അതിനുശേഷം നമുക്ക് എല്ലാവരെയും കാർഡ് എടുക്കാനും അങ്ങനെ അതുവഴി അതിനുശേഷം പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാനും നമുക്ക് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാം. സുരേഷ് സാർ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞില്ലേ, എല്ലാം പറഞ്ഞില്ലേ. ആൾക്കാർക്ക് സംശയങ്ങളൊന്നുമില്ലല്ലേ? ആൾക്കാരുടെ സംശയങ്ങൾ നമ്മൾ ദൂരീകരിക്കണ്ട. അവരുടെ സംശയങ്ങൾ ചോദിച്ചെങ്കിലേ നമുക്ക് എന്തെങ്കിലും മറുപടി പറയാനൊക്കെ. അതെ, ഇനി അവര് സംശയം ചോദിക്കാത്തത് കോളിൽ ചോദിക്കാൻ മടിയോ നാണമോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളെല്ലാവരെയും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാം. നമ്മുടെ ഇന്ദിര ചേച്ചി ഈ നോർക്ക കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ അവിടെ നിന്ന് തന്നെ ഇൻ പേഴ്സൺ ട്രെയിനിങ് എടുത്ത ആളാണ്. അപ്പോൾ ചേച്ചിക്കും നല്ല എക്സ്പെർട്ടൈസ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും നമ്പർ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആരെ വേണമെങ്കിലും സമീപിക്കാം. എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. എന്നാൽ നമുക്ക് സ്റ്റോപ്പ് ആക്കാം അല്ലേ? ഓ ഓക്കെ. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ.